നമസ്കാരം. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ശ്രീനാരായണ വിശ്വമതാതീത ആത്മീയ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. ഇദ്ദേഹം സുഹൃദാനന്ദ സ്വാമികൾ, ശിവഗിരി മഠം ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയാണ്. ശ്രീനാരായണ വിശ്വമതാതീത ആത്മീയ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയാണ്. മാം ശോഭനകുമാരി ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ വിശ്വമതാതീത ആത്മീയ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പാലോട് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയോട് കൂടിയിട്ടുള്ള പുതിയൊരു ആശ്രമം പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അദ്വൈത പ്രഭ പുരസ്കാര ചടങ്ങ് അത് നമ്മുടെ പുത്തിരിക്കണ്ട മൈതാനത്ത് വെച്ച് ഈ മാസം 30, 31 ഫെബ്രുവരി 1-ാം തീയതി നടത്താൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. അദ്വൈത പ്രഭ പുരസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഒരുപാട് പല മേഖലകളിലുള്ള അതായത് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പല പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ കലാപരിപാടികളും 100ഓളം സ്റ്റോളുകളും ഫുഡ് കോർട്ടും അങ്ങനെ വലിയൊരു പ്രോഗ്രാമായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം പരിപാടിക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഈ വരുന്ന ശനിയാഴ്ച നിങ്ങൾക്കായിട്ട് നമ്മുടെ ഒരു സ്നേഹ സമ്മാനവും ഭക്ഷണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇത്രയും നാളായിട്ടും കഴിഞ്ഞ 10 വർഷം ഒരുപാട് പല മേഖലകളിലും പ്രവർത്തിച്ചു വരുന്ന ട്രസ്റ്റ് ഈ വർഷം കുറെ കൂടെ, അതായത് ഈ പ്രാവശ്യം തന്നെ ഈ പരിപാടിയോടനുബന്ധിച്ച് 30ഓളം കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. പിന്നെ തുടർച്ചയുള്ള SP വിൽഫോർട്ട് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വാമി നമ്മുടെ ആശ്രമത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ലോകത്തിന് കൂടുതൽ അറിവ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഗുരുദേവൻ വളരെയധികം ആകർഷണീയമായ ഗുരുദേവൻ്റെ തത്വങ്ങൾ, ദർശനം അത് ലോകത്തിന് പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള ഗുരുവിൻ്റെ ആ ദർശനം അത് ലോകത്തിന് വളരെയധികം ആകർഷണമായിട്ട് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പ അതിനെപ്പറ്റി വളരെ ശ്ലാഘനീയമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും. അതുപോലെ ആസ്ട്രേലിയൻ പാർലമെൻറ്റിൽ ഗുരുദേവൻ്റെ ദർശനത്തെ പറ്റിയിട്ട് ഉള്ള പ്രഭാഷണവും, ആസ്ട്രേലിയയിലും ഗുരുദേവൻ്റെ ഭക്തർ ഉണ്ട്. അവർക്ക് ഗുരുദേവൻ്റെ ദർശനത്തിൽ വളരെ താല്പര്യമുണ്ട്. അങ്ങനെ ലോകത്തിലേക്ക് എല്ലാവരെയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പ്രാദേശികമായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ഗുരുദേവനെ പറ്റി അറിയാത്ത ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഗുരുദേവനെയും ഗുരുദേവൻ്റെ ദർശനത്തെയും ലോകത്തിന് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതിനുവേണ്ടിയാണ് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ശ്രീ ബിജു രമേശ് ചേട്ടനാണ്. ഇന്ന് ചെറിയ ബുദ്ധിമുട്ട് കാരണം പുള്ളിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ. പിന്നെ ഈ തുടങ്ങുന്ന ആശ്രമത്തിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടിയിട്ടുള്ള എല്ലാ രീതിയിലും ഉള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പാലോട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളും പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പഠിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ കാരണം 2026 ഗുരുദേവനെ കുറിച്ച് ഒരു നല്ലൊരു ആശ്രമം തുടങ്ങാനും പാവപ്പെട്ട കുട്ടികളുടെ ഇപ്പം പഠനോപകരണ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനുവേണ്ടി ഒരു മുൻകാലി വെപ്പാണ് ഞങ്ങൾക്ക്.
ഗുരു ആരാണ്, ഇനിയുള്ള തലമുറയ്ക്കാണ് ഗുരു ആരാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത്. അതിൻ്റെ ഒരു സംരംഭത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ഈ പുതിയ വർഷം കാലുവച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. 26 ഞങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ ഗുരുദേവൻ്റെ പ്രസ്ഥാനത്തിൽ കൂടി തന്നെ ചെയ്യണം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞതുപോലെ അത് ഇനിയുള്ള തലമുറയ്ക്ക് ഗുരുദേവൻ ആരാണെന്ന് കാട്ടിക്കൊടുക്കാനും നല്ലൊരാശ്രമം, അതായത് പാലോട് നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾ നോക്കിയിട്ടേക്കുന്നത്. അവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗുരുദേവനെ ഒരുപാട് കാര്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയും ഗുരു ആരാണെന്ന് തെളിയിക്കാനും ഒരുപാട് അനാഥ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാനും ഒരുപാട് ആർക്കും വേണ്ടാത്ത അച്ഛനും അമ്മയും വൃദ്ധസ്ഥാനം ഒക്കെ കെട്ടി അവരെയൊക്കെ ഒരു ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്കൊരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനേക്ക് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്.